ഇന്ന് തിരുവോണം. ഈ ഒരു ദിവസത്തിനെ കുറിച്ച് ഓർക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ തിരുവോണത്തിന് തന്നെ ഓർക്കണം. കഴിഞ്ഞ വർഷത്തെ ഓണത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും വേദനയും ഒക്കെ ആയിരുന്നു. ഈ ഒരു ഓണം എത്തുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളാണ്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ മറക്കാൻ പറ്റില്ല. ഓരോ കഷ്ടപ്പാടുകളുടെ അവസാനമാണ് നമുക്ക് സന്തോഷം എന്നതിന്റെ ഒരു 1 year ആയിരുന്നു ഞങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയത്. എന്റെ കുടുംബത്തിൽ കഴിഞ്ഞ വർഷം ഒന്നുമില്ലായിരുന്നു കയ്യിൽ. ഇന്ന് എന്റെ കയ്യില് എന്റെ പൊന്നാണുള്ളത്. അപ്പം ഈ ഒരു ദിവസം നിൽക്കുമ്പം നമുക്ക് കഴിഞ്ഞ വർഷം ഇവൾക്ക് വേണ്ടി ഞങ്ങള് അനുഭവിച്ച കുറെ സന്തോഷങ്ങൾ തന്നെയാണ്. ത്യാഗമൊന്നും പറയാൻ പറ്റില്ല, കാര്യം അത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ഇന്നെനിക്ക് എന്റെ നാരായണിയുണ്ട്, ഇന്നിവിടെ നിൽക്കുന്ന താമരയുമുണ്ട്. അപ്പൊ ഞങ്ങളുടെ അതെ നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ഓണമാണ്. അപ്പൊ ഈ ഒരു ഓണം ഞാൻ എല്ലാവരെയും കൂടി കൂട്ടുകയാണ്. കഴിഞ്ഞ വർഷത്തെ തിരുവോണങ്ങൾ എപ്പോഴും നമുക്ക് ഓർമ്മ വരിക അത്തപ്പൂ ഇല്ലാതെ ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളും ഈ വർഷം അത്തപ്പൂക്കളം എല്ലാ 10 ഇട്ടായിരുന്നു. ഞാനില്ലാത്ത ദിവസം അമ്മയും മോളും മച്ചാനെ എല്ലാവരും കൂടെ ഇട്ട്. അബ്ബാസും അമീറും ആണല്ലോ എന്റെ എല്ലാ ഗ്രൂമിനും ഒക്കെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇന്നും അവര് നമ്മുടെ അവിടെ തന്നെ എല്ലാ വർഷവും ഓണം കൊണ്ടുന്നത്, നമ്മള് പെരുന്നാൾ കൊണ്ടുവന്നതും അവരോട് തന്നെയാണ്. സർപ്രൈസ് അബ്ബാസിനെ കാണും. അല്ലടി നിനക്ക് ഇവക്ക് പപ്പടമൊക്കെ തിന്നാവോ? പല്ല് വരാത്തവർക്ക് പപ്പടം. ഒരു പല്ല് വന്നു നാരായണിക്ക്, അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഹൈലൈറ്റ്. ഒരു പല്ല്, പക്ഷെ അതുകൊണ്ട് കടിക്കുന്നതിനൊരു രക്ഷയില്ല അല്ലേ? ഈ ഓണം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. അപ്പം ഇത്രയും കറികളും ഇതെല്ലാം ഉണ്ടാക്കി, ഈ പായസവും കൂടി ഉള്ളൂ. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളാ ഉണ്ടാക്കിയത്, ഇവിടെ കിടപ്പായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യത്തെ അടുത്ത പ്രാവശ്യത്തെ ഓണത്തിന് ഞാനാണ് ഫുള്ള് ഞാൻ തന്നെ വെച്ചു. ഇതിന്റെ സ്പെഷ്യലാണ് എന്റെ നാരായണിക്കുള്ള ഫസ്റ്റ് ഓണം, ഞങ്ങളുടെ വീട് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഓണം. അപ്പൊ ഒത്തിരി മധുരമുള്ള ഒരു ഓണമാണ്. ഇതിനകത്ത് ഞാൻ മിസ് ചെയ്യുന്നത് എന്റെ ഫാമിലിയാണ്. എന്റെ മോളും അമ്മയച്ചനും ഒക്കെ ഒമാനില്ല. അപ്പൊ അവരെ മിസ് ചെയ്യുന്നവർക്ക് വരാൻ പറ്റത്തില്ല. അതാണ് ഒരു മിസ്സിങ് ഉള്ളത്. ബാക്കി വെച്ച് നോക്കിയാൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഇവിടെ പായസമാണോ ചോദിക്കുന്നത്? എനിക്ക് സംശയമുണ്ട്. പായസം റെഡിയാണോ? പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പായസം ഞാൻ ഇലയിലേക്ക് മുണ്ടാക്കി കൊടുത്ത് ഇന്ന് പായസം. ഓക്കെ, നാരായണിയുടെ ആദ്യത്തെ സദ്യ ഞാനും നാരായണിയുടെ അല്ലേടാ. പല്ലാത്ത പെണ്ണ് പപ്പടം തരുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്ക് ഓണം ഉണ്ടാവും? ആദ്യത്തെ സദ്യയല്ലേ? സദ്യ തിന്ന ആദ്യത്തെ ഓണസദ്യയാണ്. ഒരുപാട് വർഷം നമുക്ക് ഒരുമിച്ച് ഓണസദ്യ ചെയ്യാനാവട്ടെ അല്ലേ? ആദ്യം നമ്മളിങ്ങനെ കാര്യം ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടാ. വേണ്ടേ? സദ്യ എങ്ങനെയുണ്ട്?
മിനിച്ചേച്ചി സദ്യ എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷം നമ്മൾ എങ്ങനെയായിരുന്നു തിരുവോണം? ആകെ നമ്മള് 3 പേര് മാത്രം. ഇന്ന് നമ്മളെ ഇലയൊക്കെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ തിരുവോണം ഇല കട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതെനക്കൊരു ഉണ്ട വാരി കട്ടിലാണ് കൊടുത്തത്. ഇന്ന് നിനക്കുള്ള സ്വന്തം വീട്ടിൽ നിനക്ക് ഊണ് ഞാൻ വാരി തന്നെ. സൂപ്പർ ആയിട്ടുണ്ട്. സന്തോഷത്തിൽ 2ാം സദ്യ. വീട്ടിൽ നിന്ന് ഇപ്പൊ ഓണം ഉണ്ടിട്ട് ഇവിടെ വന്ന് വീട്ടിൽ സദ്യ കഴിക്കുക. ഹാപ്പി ഓണം. ഇതാണ് നമ്മുടെ അമൽ സ്റ്റോറീസിലെ നമ്മളെ ഫുൾ എൻ്റെ ഈ വീട്ടിലെ ഫുൾ ഫർണിച്ചറിന്റെയും ഡിസൈനും എല്ലാം സ്റ്റോറീസിലെ ഈ ഡിസൈനറാണ്. അപ്പൊ ഈ ഒരു ഓണത്തിന് ഞാൻ എന്ന് എന്റെ ഫർണിച്ചർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമലിനോട് പറയുന്നുണ്ട്, അമലെ നീ ഓണത്തിന് അന്ന് നീ വരണം. അപ്പൊ അത് കാപ്പി സൂക്ഷിച്ചു. വീട്ടില് കാപ്പിയൊക്കെ ഊണൊക്കെ കഴിച്ചു, എന്നിട്ട് ഇവിടെയും വന്ന് കഴിച്ചു. അതാണ് നമ്മളെ സ്നേഹം. ഹാപ്പി ഓണം. ഇതൊക്കെ നമ്മുടെ സ്വന്തം അയൽവാസികളാണ്. പിന്നെ അന്ന് കണ്ട പോലെയല്ല സുന്ദരി. അന്ന് 11 ടൈമല്ല നാരായണിക്കുട്ടിക്ക് സെയിം സാഹചര്യം അല്ല അല്ലേ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. അല്ല നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഐശ്വര്യം ഉണ്ടാവും. എല്ലാരും ഐശ്വര്യ പൈസയാണ്. നല്ല ഇഷ്ടായി. വളരെ കളിയൊക്കെ
ഇങ്ങനെയൊക്കെ പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. പാർവണേന്ദുമുഖി പാർവതി മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. അത് ഞങ്ങൾക്കും അങ്ങനെ ഇനി ഇതുപോലെ നല്ല നല്ല കലാപരിപാടികൾ പ്രതീക്ഷിക്കുന്നു. അതെ, ഇനി നമ്മൾ അഭിലാഷിന്റെ വീട്ടിലാണ് അവിടെ പ്രതീക്ഷിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിപൊളി സൂപ്പർ. നല്ല ഒരു ഓണത്തിന്റെ തിരുവോണത്തിന്റെ അന്ന് നമ്മളിങ്ങനെയൊക്കെ എല്ലാവരും ആഘോഷിച്ചല്ല. സഞ്ജുവിനെ എല്ലാവർക്കും അറിയാം അല്ലെ, ജൂണിലെ മുഖവും കേരള ക്രൈമിന്റെയൊക്കെ മുഖമാണ്. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ അടിപൊളി ഷൂട്ടായിരുന്നു. അയ്യോ, എന്റെ എനിക്ക് ഭയങ്കര അഭിപ്രായമൊക്കെ കിട്ടിയ ഒരു ഫോട്ടോഷൂട്ട്. എന്നെ വിളിച്ച് എന്നെ കൊണ്ടുപോയി ഞങ്ങളുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഭയങ്കര വികാസ് ചേട്ടൻ എഫേർട്ട് ഇട്ടായിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര റീച്ച് കിട്ടിയ ഒരു ഫോട്ടോഷൂട്ടാണ്. സോ ഗ്രേറ്റ്ഫുൾ. അപ്പൊ താങ്ക് യു മോനെ. ഈ ഒരു ഓണം നിങ്ങളെ അടുത്ത് വന്നതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. ഇവരെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളേ ഇല്ല. വികാസ് കേസ് എവിടെയുണ്ടോ അവിടെയൊക്കെ ഉള്ള രണ്ടാൾക്കാരാണ് വെന്യൂ ഇവന്റ്സ്. അപ്പൊ എന്റെ എല്ലാ ഫംഗ്ഷൻസിനും A-Z അല്ലേ ഫ്രം ദ ബിഗിനിങ് വെന്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി വെന്യൂനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എനിക്കൊന്ന് എന്റെ എല്ലാ ഓൾമോസ്റ്റ് ബ്രൈഡ്സിന്റെ ഈവന്റ് പ്ലാനർ ഇവരാണ്. ഇന്നിപ്പോ അവരില്ലാതെ പിന്നെ എനിക്ക് എന്തോ. അപ്പൊ ഇന്നിപ്പം അടുത്തത് എനിക്ക് പറയുന്നത് റോമയുടെ നെക്ലസ് നല്ലതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണല്ലോ നമുക്ക് നോക്കുന്നത്. പരസ്യം എനിക്ക് റോമ വരുമ്പോ എന്റെ വീട്ടിലൊരാൾ എനിക്കങ്ങനെ എടുത്ത് എണീച്ച് വന്ന് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഷീ വിൽ കം ടു ദ ഫാമിലി ആൻഡ് ഷീ വിൽ ബി കംഫർട്ടബിൾ. അതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലി ഷെറിൻ എനിക്ക് ഷെറിനാണ് വികാസിനേക്കാളും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ബൈ സെറീന. എങ്ങനെ ഉണ്ടായിരുന്നു സെറീനയുടെ ഒരു നിറഞ്ഞു? അടിപൊളിയായിരുന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ലൈവ് തിരുവാതിര കാണുന്നത്. ആണല്ലേ? ഫാമിലി ടു മീ. അതുകൊണ്ട് കുഞ്ഞാണെങ്കിൽ ഇപ്പൊ ഉറങ്ങാണ്. കുഞ്ഞിനെ കാണാൻ ഓടി എനിക്ക് വന്ന ഉടനെ എനിക്ക് കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് രണ്ടാൾക്കും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലാവർക്കും. അങ്ങനെ 2024 ഈ ഒരു ഓണം എനിക്ക് ഒരുപാട് മെമ്മറീസ് പോലെ തന്നെ ഒരുപാട് ക്ലോസ് ടു ഹാർട്ടാണ്. കാര്യം കുറേ നാളുകളിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായ ഒരു ഓണമാണ്. ഈ ഒരു ഓണം ഞാൻ നിങ്ങൾക്ക് മുന്നിലും തന്നു. ഇപ്പം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഞാനും ഇന്ന് ഈ ഒരു ഓണം ഇവിടെ തീർന്നുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. നാളെ രാവിലെ ആക്ച്വലി എനിക്ക് വർക്കുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് ഇന്ന് സന്തോഷമായിട്ട് ഓണമൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല മെമ്മറീസും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കും ഉണ്ട്. ഇന്നത്തെ ഈ ഒരു മെമ്മറിയോടുകൂടി ഉറങ്ങട്ടെ. രാവിലെ നേരത്തെ പോകണം.